മോർണിംഗ് ഓൾ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുകയാണ്. നമ്മുടെ KBCയുടെ സൂം പ്രോഗ്രാം 6 AM ആരംഭിക്കുകയാണ്. നമുക്കൊരു പ്രാർത്ഥനയോടെ എല്ലാ കാര്യങ്ങളും, നല്ല കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ നമുക്കൊരു പ്രാർത്ഥന നല്ലതാണ്. അപ്പോൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സൂം പ്രോഗ്രാം ആരംഭിക്കാം. KBCയുടെ സൂം പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സൂം ചെയ്യാൻ അവസരം നൽകിയ നമ്മുടെ KBCയുടെ അമരക്കരൻ പ്രിയപ്പെട്ട മനോജ് സാർ, അതുപോലെ തന്നെ ഗ്രേറ്റ് ലീഡേഴ്സ്, നമ്മുടെ ഈ ബയോട്ടോറിയം കമ്പനിയുടെ പ്രഗത്ഭരായ എല്ലാ ലീഡേഴ്സിനെയും, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പാർട്ടിസിപ്പൻസിനെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സൂം പ്രോഗ്രാം കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ലീഡ് ചെയ്യുന്ന മിനി മാഡം, എന്നെ ഈ ഒരു പ്രൊജക്ട് പരിചയപ്പെടുത്തിയ ഗ്രേറ്റ് ലീഡർ ചന്ദ്ര സാർ, അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാടും ഇവിടെ അറിയിക്കുകയാണ്. ഏകദേശം ഒരു 3 വർഷം മുമ്പ് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് എന്നെ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരും റിജക്ട് ചെയ്തതുപോലെ ഞാനും റിജക്ട് ചെയ്തു. ഏകദേശം ഒരു 4 മാസത്തോളം എടുത്തു ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയപ്പോ ഇതൊരു വലിയൊരു മേഖലയാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും വളരെ അത്യാവശ്യമുള്ള ഒരു എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു കമ്പനി കമ്പനിയിലൂടെ എത്തിച്ചു തന്ന നമ്മുടെ ഗ്രേറ്റ് FCMD സാഗർ ജോഷി സാറിന് കൂടി ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്നിവിടെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പവിത്രൻ. കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് പുറമേരിയാണ് സ്വദേശം. ഏകദേശം 3 വർഷത്തോളമായി ഈ ബയോട്ടോറിയായിട്ട് അതിന്റെ പാതയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വിജയങ്ങളൊന്നും എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് എന്ന ഒരു വിഷയമാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാൽ നമുക്ക് വലിയ വിജയങ്ങൾ സാധ്യമാകും. ഹൈലി പീപ്പിൾ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയ ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മൾ ചെറിയൊരു മൈൻഡ് സെറ്റുമായിട്ടാണ് ഈ ബയോട്ടോറിയം പോലുള്ള കമ്പനി ചെയ്യുന്നതെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ സാധിക്കില്ല. നമ്മളെ മനസ്സിനെ ഒന്ന് മാറ്റാൻ ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. നമ്മൾ ചെറിയൊരു ചായക്കടക്കാരന്റെ മൈൻഡ് സെറ്റാണ് നമുക്കുള്ളതെങ്കിൽ 10-30 വർഷം ഒരേ കടയിൽ ജോലി ചെയ്ത് ഒരേ രീതിയിൽ ജീവിച്ച് ഒരേ രീതിയിൽ മരിക്കുന്ന ഒരാളായിട്ടാണോ നിങ്ങൾക്ക് ജീവിക്കേണ്ടത്? അല്ല, ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഓണറായിട്ട് ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് പോകണോ? എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ സക്സസ് ആവാത്തതെന്ന് വെച്ചാൽ നമ്മളിലാണ് അതിന്റെ അന്തസത്ത കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈലി ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് സക്സസ്ഫുൾ ആവുന്നത്, അവര് എന്ത് ശീലങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഇന്ന് പറഞ്ഞു തരാൻ നമ്മുടെ ഗ്രേറ്റ് ലീഡറായിട്ട് മിനി സാറാണ് ഇവിടെ വരുന്നത്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ജോലി റിസൈൻ ചെയ്ത് ഈ ബയോട്ടോറിയായിട്ട് കഴിഞ്ഞ ഒരു 3 വർഷത്തോളമായി അതിന്റെ പാതയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും നമുക്ക് ക്ലാസ്സുകൾ തരുന്ന, എല്ലാത്തിനെ പറ്റിയും വലിയൊരു അറിവുള്ള വ്യക്തിത്വം. അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ പുറമേരി സ്വദേശി തന്നെയാണ്, എൻ്റെ സുഹൃത്താണ്. എല്ലാവരുടെയും സമ്മതത്തോട് തന്നെ മിനി സാറ് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സ്വാഗതം ചെയ്യാൻ. പ്ലീസ് കം മിനി സാർ. താങ്ക് യു വൈറ്റർ സാർ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് കേൾക്കുന്ന ആളുകളൊക്കെ ഗുഡ് മോർണിംഗ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ നമ്മള് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഡിസേബിൾ ആക്കിയിട്ടുള്ളത്.
ഗുഡ് മോർണിംഗ് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള GM എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഒരിക്കൽ കൂടി എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. എന്നെ പവിത്ര സാർ ഓൾറെഡി പരിചയപ്പെടുത്തി. പക്ഷെ പവിത്ര സാർ ഈ പരിചയപ്പെട്ട പവിത്ര സാറിനെ കുറെ ദിവസം എന്റെ വീട്ടിലെ ആളുകൾക്കൊക്കെ ഒരു ദേഷ്യായിരുന്നു. ഒട്ടുമിക്ക നിങ്ങളെ ഒക്കെ പോലെ തന്നെ. കാരണം ഈ പവിത്ര സാറാണ് എന്റെ വീട്ടിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കുന്നത്. അപ്പോ ഈ പ്രൊഡക്റ്റ് കൊണ്ട് വരുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് കേൾക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ കളിയാക്കും, അല്ല പുച്ഛിക്കും. പക്ഷെ പിന്നീട് എന്ത് ചെയ്യും, അവരതിനെ സ്നേഹിക്കും, പിന്നെ അവർ നെഞ്ചിലേറ്റും. ഇതാണ് ഇബയോട്ടർ എന്ന് പറയുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനെ നെഞ്ചേറ്റിയ ഒരു 123 ആൾക്കാരുടെ മുന്നിലാണ് ഞാനിപ്പോ സൂമിലിരുന്ന് സംസാരിക്കുന്നത്. ഇനിയൊരു കുറച്ച് സമയം ഒരുപക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ, കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ലൈഫ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എത്രത്തോളം നിങ്ങൾ ഉൾക്കൊള്ളുമെന്നോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എനിക്ക് അസൂയാൻ പറ്റാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് സൂം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, സംസാരിക്കാം. സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഉണ്ടോ പവിത്ര സാർ? സ്ക്രീൻ ഒക്കെ അല്ലേ? ഓക്കെയാണ് സാർ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഈ സൂമിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ കാരണക്കാരനായത് ഇബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ MD ഡോക്ടർ സാഗർ ജോഷി, അതേപോലെ ഈ ഒരു പ്രോജക്റ്റ് കേരളത്തിൽ എത്താൻ കാരണക്കാരനായ നമ്മുടെ പ്രിയങ്കരനായ മനോജ് തൃപ്പൂണിത്തറ എന്ന് പറയുന്ന കമ്പനിയുടെ കേരളത്തിലെ ഏക ബ്ലാക്ക് ഡയമണ്ട് ലീഡർ, ഇപ്പൊ 4 കോടിക്ക് അടുത്ത് വരുമാനം നേടി നമ്മളെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ ഒരു കോർ ടീം, അതേപോലെ ഈ ഇവിടെ രാവിലെ 6 മണിക്ക് എല്ലാ ദിവസവും സൂമിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരോടുമുള്ള നന്ദി ആദ്യം തന്നെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക്, നമ്മളെല്ലാവരും സക്സസ് ആവാൻ പോകുന്ന ആളുകളാണോ? ആണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ എന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മൾ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന പ്രോജക്റ്റിലൂടെ സക്സസ് ആവും എന്ന് ഉറപ്പുള്ള ആളുകൾ ഒരു യെസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എണ്ണാൻ വേണ്ടി ഞാൻ ഏതെങ്കിലും ഒരാളെ ഏൽപ്പിക്കാൻ. വൈദ്യ സാർ എത്ര യെസ് വന്നിരിക്കുന്നത് നോക്കണം. 146 യെസ് ഉണ്ടെങ്കിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഒരുപാട് ആളുകൾ റെസ്പോൺസ് ചെയ്യുന്നു. നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് ഒരു ടോപ്പിക്ക് സംസാരിക്കാം, നമുക്ക് എവിടെയോ സംസാരിക്കാം, ആരുടെ മുന്നിൽ സംസാരിക്കാം. പക്ഷെ അതിലെ കണ്ടന്റ് കിട്ടേണ്ട ആളുകൾക്കാണോ കിട്ടുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും കേൾക്കും, എന്നിട്ട് ഇതിലെ കാരണം കേട്ട കാര്യങ്ങളൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ചാർജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ പോകും. പക്ഷെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാവില്ല. ഒരുപാട് ആളുകളുടെ പ്രശ്നം അതാണ്. ഒന്നുകിൽ നല്ലൊരു ബിസിനസ്സുകാരന്റെ ലൈഫ് സ്റ്റൈൽ കേട്ടപ്പോൾ എനിക്ക് അതുപോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അതേപോലെ ബിസിനസ് തുടങ്ങാനുള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ നമ്മൾ എവിടെയാ സക്സസ് ആവുക, അല്ലെ? ഇവിടെ നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അല്ലെ? ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ വ്യക്തമായ ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളാണോ നിങ്ങൾ എന്നുള്ളത് അവനവനോട് ചോദിക്കുക. ഈ വർഷം 2026 ഡിസംബർ 31 ആകുമ്പോ ഞാൻ ഇപ്പൊ നിൽക്കുന്ന എവിടെയാണോ അവിടെ തന്നെ നിന്നാ മതിയോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരുന്നോ? ബാക്കിലോട്ട് നോക്കിയാൽ മതി. നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ഡിസംബർ 31-നാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷം വേസ്റ്റ് ആക്കിയോ അല്ലെങ്കിൽ ഞാൻ അച്ചീവ് ചെയ്തോ എന്നുള്ള ഒരു ചോദ്യം അന്ന് ചോദിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യുക, ഒരു ഉള്ളിൽ ഒരു അപകർഷതാബോധം ഉണ്ടാക്കുന്നത് നല്ലത്. ഇന്ന് ഈ ടോപ്പിക് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം,
ഇനി വരാൻ പോകുന്ന ഈ ഒരു 5.5 മാസം മുന്നിൽ ബാക്കിയുണ്ട്. ഈ 5.5 മാസം കൊണ്ട് എവിടെ എത്തണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ പ്രോഗ്രാം. 2026 ഒരുപാട് റെസൊല്യൂഷൻസ് എടുത്ത ആളുകൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. 2027 ജനുവരി 1-ാം തീയതി ആ പേജ് പറിച്ച് പേജിലിട്ട് പുതിയ പേജിൽ വീണ്ടും ഒരു എന്താ പറയാ, എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നാണവും ഇല്ലാതെ അടുത്ത റെസൊല്യൂഷൻ എഴുതുന്ന ഒരു വ്യക്തി. എന്നെ പോലെ തന്നെയായിരിക്കും നിങ്ങൾ എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല. പക്ഷെ ഒട്ടുമിക്ക ആളുകളും ഞാനടക്കം നമ്മൾ എല്ലാ വർഷവും റെസൊല്യൂഷൻ എഴുതി വെച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യാറില്ല, ചാർട്ട് ചെയ്യാറില്ല എന്നതാണ് ഒരു പരിധി വരെ സത്യം. അങ്ങനെയാണെങ്കിൽ ഇന്ന് മനോജ് സാറിന്റെ കൂടെ കേരള ബയോടെക് കമ്മ്യൂണിറ്റിയിൽ ഒരു 100-ൽ കൂടുതൽ കോടീശ്വരന്മാർ ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു. അത് അങ്ങനെ പറയാനുള്ള കാരണം ഇത് കമ്പനിയുടെ പ്രശ്നമല്ല, പ്ലാനിന്റെ പ്രശ്നമല്ല, നമ്മൾ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം. മനോജ് സാർ കാണിച്ച ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞാനിനി നിങ്ങളോട് പറയാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾക്ക് അവരെ കുറിച്ച് പഠിച്ചപ്പോ അവർ കോമൺ ആയിട്ടുള്ള കുറച്ച് സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വഭാവങ്ങൾ നിങ്ങളിലുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്ന മനോജ് സാറിലുണ്ടോ, നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഉണ്ട് ഇവിടെ അല്ല, അവർക്കുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ട് അത് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻകം പ്ലാൻ 1250 PV മാച്ച് ചെയ്തുകൊണ്ട് 50,000 രൂപ രാവിലെയും 50,000 രൂപ വൈകിട്ടും, ഒരു ഡെയിലി ഒരു ദിവസം 1 ലക്ഷം രൂപ, ഒരാഴ്ച 7 ലക്ഷം രൂപ, ഒരു മാസം 30 ദിവസമാണെങ്കിൽ 30,000 രൂപ, അങ്ങനെയാണെങ്കിൽ 365 ദിവസം 365 ലക്ഷം രൂപ വരുമാനം വാങ്ങിത്തരാൻ പറ്റുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ ഇപ്പൊ ഇരിക്കുന്നത്. രാവിലെ 50,000 അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ ഇരിക്കുന്നതിൽ ആർക്കെങ്കിലും 50,000 രൂപക്ക് മുകളിൽ സാലറി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ലെങ്കിൽ വരുമാനം ഒരു ബിസിനസ്സുകാരന്, ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ്സുകാരന് ഇന്ന് ഒരു മാസം ഒരു ദിവസമല്ല, ഒരു മാസം 50,000 രൂപ മിച്ചം വെക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 5 ലക്ഷം 6 ലക്ഷം രൂപ മുടക്കി ചെറിയൊരു ഹോട്ടലോ ടെക്സ്റ്റൈൽസോ തുടങ്ങുന്ന വ്യക്തിക്ക് പോലും ഒരു മാസം 50,000 മുട്ടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അവിടെയാണ് ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരു സൈക്കിൾ 12 മണിക്കൂറിൽ 50,000 രൂപ വരുമാനം. അത് രാവിലെയും 50,000, വൈകുന്നേരം 50,000. ഈ ഒരു 50,000 വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഇൻകം പ്ലാൻ ഉള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലെ, നമ്മൾ എന്ത് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ മാറ്റണം. 1 ലക്ഷം രൂപ ഒരു ദിവസം വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടി നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ നമുക്ക് കൈ കിട്ടിയ ഈ ഒരു സൗഭാഗ്യത്തെ നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. മനോജ് സാർ വാങ്ങിയതുപോലെ 1 വർഷം കൊണ്ട് വാങ്ങണമെന്നോ 2 വർഷം കൊണ്ട് വാങ്ങണമെന്നോ 3 വർഷം കൊണ്ട് വാങ്ങണമെന്നോ ഞാൻ ആരോടും പറയുന്നില്ല. ഒരു സ്റ്റേജിൽ ഞാൻ പറയാറില്ല, കാരണം ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പൊ എനിക്കിഷ്ടം എന്നെ പോലെയുള്ള നിങ്ങളോട് സംസാരിക്കാനാണ്. സത്യം പറഞ്ഞത് നമ്മളെല്ലാവരും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ ഇന്നു മുതൽ എന്ത് ചെയ്യണം, നമ്മളൊന്ന് മാറ്റി പിടിക്കണം. ഇവിടെ വന്ന് വളരെ വേഗത്തിൽ 5 ലക്ഷം 10 ലക്ഷം 25 ലക്ഷം ഒക്കെ വാങ്ങിയ ആളുകളുണ്ട്. 50 ലക്ഷത്തിന്റെ മുകളിൽ വാങ്ങിയ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ പരസ്പരം അസൂയയില്ലാതെ ഈഗോ ഇല്ലാതെ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സെഷനിലേക്ക് പോവാം. 1 ലക്ഷം രൂപ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എവിടെയെങ്കിലും നമ്മുടെ ബെഡ്റൂമിന്റെ ചുമരിലെങ്ങാൻ പതിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപയിലേക്ക് എല്ലാ ദിവസവും 1 ലക്ഷം രൂപ വരുന്ന ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇബയോട്ടുള്ളത് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കടമ. പെർ ID അല്ലെ, പെർ ഡേ 1 lakh, ഒരു ഐഡിയിൽ ഒരു ദിവസം 1 ലക്ഷം. പക്ഷെ ഇത് എന്നോ കിട്ടാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. ഒരു 1250 PV മേച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 PVയുടെ എത്ര സെയിൽ എടുക്കണം, അല്ലെങ്കിൽ 100 PVയുടെ എത്ര സെയിൽ എടുക്കണം? അത്രയും സിമ്പിൾ. ഈ സെയിലൊക്കെ നിങ്ങൾ ഓരോരുത്തരും എടുത്തിട്ടുണ്ട്.
കഴിവും കപ്പാസിറ്റി ഉള്ള, കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള, ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള, ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊരു 1 lakh rupeesന്റെ ഒരു പിക്കപ്പ് സെന്റർ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ആരുടെയും റിസ്ക് ഇല്ലാതെ സ്വന്തമായി ഇര തേടി സെയിൽ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സീലിംഗ് അടിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ബയോട്ടപ്പത്തിലുള്ളത്. അതേ സമയത്ത് ഒരു നല്ല ടീമിനെ ബിൽഡ് ചെയ്യാൻ എന്ത് ചെയ്യാ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും 1 ലക്ഷം രൂപ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എല്ലാവരും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും ബേസിക് എന്ന് വെച്ചാൽ ദർ ആർ നോ ഷോർട്ട് കട്ട്സ്. വീട്ടിലിരുന്ന പൈസ ഉണ്ടാക്കുക എന്ന് മോഹിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഇതുണ്ടെങ്കിൽ വളരെ മിഥ്യാധാരണയാണ്. നന്നായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ, നിങ്ങൾ 30,000 രൂപ മാസം ശമ്പളം തരുന്ന സ്ഥലത്ത് 12 മുതൽ 16 മണിക്കൂർ വരെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 1 ലക്ഷവും മാസം 30 ലക്ഷം തരുമ്പോൾ അതിനനുസരിച്ചിട്ട് പണിയെടുക്കാനുള്ള മാനസികാവസ്ഥ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. ഞാനും ഏറ്റെടുത്തു ബയോട്ടോറി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രണ്ടാമത്തത്, ദർ ആർ നോ എക്സ്ക്യൂസസ്. ഇവിടെ ഒന്നിനും എക്സ്ക്യൂസ് ഇല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണ് നിങ്ങളെങ്കിൽ ഇവിടെ ഒന്നിനും എക്സ്ക്യൂസ് ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ പ്ലാൻ പ്രസന്റേഷൻ പഠിച്ചിരിക്കണം. ആളുകളോട് സംസാരിക്കാൻ പഠിക്കണം. ആളുകളെ ക്ലോസ് ചെയ്യാൻ പഠിക്കണം. ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പഠിക്കണം. ജോയിൻ ചെയ്ത ആളുകളെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ പഠിക്കണം. ഡിസ്ട്രിബ്യൂട്ടറായ ആളുകളെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ പഠിക്കണം. എനിക്കൊന്നും പഠിക്കാൻ താല്പര്യമില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റം തന്റെ ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം. കൂടെ വന്ന ആളുകളോടുള്ള ഉത്തരവാദിത്വം അത് സ്വന്തം ഉത്തരവാദിത്തമാണ് എന്ന് ബോധ്യം വന്ന് എന്ത് കാര്യത്തിനും ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് ഏറ്റവും സക്സസ്ഫുൾ ആകാൻ പറ്റൂ. ഒരു എക്സ്ക്യൂസും ഇല്ല. ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്തൊക്കെ പറയുന്നുണ്ടോ അവരുടെ ലൈഫ് എന്താണ് നിങ്ങൾക്ക് തന്നിട്ടാണ് അവർ നിങ്ങളെ കൂടെ വരുന്നത്. അവരുടെ ലൈഫാണ് തരുന്നത്. ആ ലൈഫ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരോട് എക്സ്ക്യൂസുകളൊന്നും പറയാൻ പാടില്ല, പറ്റില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. നിങ്ങളും ഞാനും 100% കമ്മിറ്റഡ് ആയിരിക്കണം. ദർ ആർ നോ ട്രോഫീസ് ഫോർ ട്രൈങ്. വളരെ ഇഷ്ടപ്പെട്ട ഒരു പോയിന്റാണ്. ഇവിടെ ഞാൻ ബയോട്ടോറിയം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്ന കുറെ ആളുകളുണ്ട്. വെറുതെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ടീം എന്താവും വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എല്ലാ ആളുകളോടും പറയാനുള്ളത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ശ്രമത്തിന് ട്രോഫി കിട്ടൂല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരുമാനം എത്രത്തോളം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് ട്രോഫിയുടെ എണ്ണം കൂടുക. അതുകൊണ്ട് ശ്രമിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ നന്നായി ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകൾക്കുള്ളതല്ല ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ നന്നായി പരിശ്രമിക്കും എന്ന് പറയുന്നത്. ശ്രമവും പരിശ്രമവും രണ്ടാണ്. ശ്രമം ഒരിക്കലും പൂർണ്ണതയിലെത്തില്ല എന്നുള്ളതാണ്. ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ടറെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് പുറപ്പെടുന്നു എന്ന് മനസ്സിൽ തോന്നുന്ന ഒരു അവസ്ഥ. അല്ലെങ്കിൽ എന്താ പറയാ, നാളെ കാണാം, മറ്റന്നാൾ കാണാം, അല്ലെങ്കിൽ പോയി സംസാരിച്ചിട്ട് തിരിച്ചു വരുന്നു. ഇതൊക്കെ നിങ്ങളുടെ ശ്രമങ്ങളാണ്. പക്ഷെ നിങ്ങളെ പരിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ എന്ത് ചെയ്യണം, ഒരു പരുന്ത് ഇര തേടുന്നത് പോലെ അയാളെ ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് അപ്ലൈൻ ലീഡറെ കൂട്ടി അവിടെ പോയി ഇരുന്ന് സെയില് ക്ലോസ് ചെയ്ത് ഐഡി അടിച്ച് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നുള്ള 16,500 19,300 നമ്മുടെ കമ്പനിയിലെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് മാത്രമാണ് അവിടെ അതൊരു പരിശ്രമമാകുന്നുള്ളതാണ്. ദർ ആർ നോ ട്രോഫീസ് ഫോർ ട്രൈ. ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, അല്ലെങ്കിൽ ഞാൻ ഈ ബയോട്ടത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ട്രോഫി കിട്ടൂല. ട്രോഫി കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മളൊന്ന് ഇറങ്ങി പണിയെടുക്കുക, സീരിയസ് ആവാന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞത്, നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി അത്രയും വലുതാണ്. 1 ലക്ഷം രൂപ അല്ലെ 30 ലക്ഷം വാങ്ങാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി കൈ കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ഇനി എന്ത് ചെയ്യരുത്? ബാക്കോട്ട് പോകരുത്. The only way to grow your business is to consistently introduce fresh faces. The day you stop introducing new people in the day, your business will start sliding backward. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ മുഖങ്ങളെ സീമോർ പീപ്പിൾ എന്ന് പറയുന്ന പോലെ പുതിയ മുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കൺസിസ്റ്റൻസി ഉണ്ടാവണം എന്നുള്ളതാണ്.
നമ്മൾ വന്ന ആളുകളെ വെച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്ന സമയത്താണ് നമ്മൾ പരാജയപ്പെട്ടു പോവുക. ഏതൊരു ദിവസമാണോ പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ നിർത്തുന്നത്, അന്ന് മുതൽ നിങ്ങളുടെ ബിസിനസ് നേരെ താഴേക്ക് പോകുന്നു. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു തിയറി എന്ന് പറയുന്നത്. എ സ്ട്രോങ് ബിസിനസ് നീഡ് ബോത്ത് ബീഡ്സ്. നമ്മൾ പേഴ്സണലി റിക്രൂട്ട് ചെയ്യുന്ന ആളുകളും അതേപോലെ തന്നെ ഡെപ്ത് എന്ന് പറയുന്നത് പീപ്പിൾ റിക്രൂട്ടഡ് ബൈ പീപ്പിൾ യു റിക്രൂട്ട്. ഞാൻ റിക്രൂട്ട് ചെയ്ത ആളുകൾ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളും ഞാൻ പേഴ്സണലി റിക്രൂട്ട് ചെയ്യുന്ന ആളുകളും എന്തായിരിക്കണം ഉള്ള ഒരു ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അവിടെയാണ് സ്ട്രോങ് ആവുന്നത്. അപ്ലൈൻ ലീഡർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യാതെ നടക്കുന്ന സമയത്ത് അവിടെ എന്തില്ല, വളർച്ച ഉണ്ടാവില്ല നമ്മൾ. There is no better way to get your people recruiting than to introduce a parade of new people yourself. നമ്മൾ ആളുകളോടൊക്കെ സംസാരിക്കും, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് സംസാരിക്കും. സാറേ ആളെ റിക്രൂട്ട് ചെയ്യണം, 2 പേരെ കാണണം, 2 4 ആക്കണം, 4 8 ആക്കണം, 8 16 ആക്കണം, 16 32 ആക്കണം. നമ്മൾ ഇത് ചെയ്യുന്നുണ്ടോ? അവനവനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ ഒരു പരേഡിലുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആളുകളെ റിക്രൂട്ട് ചെയ്യും. അപ്പൊ ഒരു പരേഡിലുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളാണോ നമ്മൾ മാറണം. നമ്മൾ മാറുന്ന സമയത്ത് നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് മാറും, സ്ട്രെങ്ത് കൂടും. നമ്മൾ വിളിക്കുന്ന സമയത്ത് എവിടെയും വരാനുള്ള 100 കണക്കിന് 1000 കണക്കിന് 10000 കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു ടീമായിട്ട് നമ്മുടെ ടീം മാറണം എന്നുള്ളതാണ്. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് കുറെ ആളുകൾ കേട്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ടാവാം. ഇതൊരു സൂം ആയതുകൊണ്ട് നമുക്ക് ആരുടെയും ഫേസ് കാണാൻ പറ്റില്ല. എല്ലാവരും എന്താണ് ഇരുട്ടിൽ ഇരുന്നിട്ടാണ് ഇത് കേൾക്കുന്നത് തന്നെ. അപ്പൊ എത്രത്തോളം നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് പോലും എനിക്കറിയില്ല. അവോയ്ഡ് മേക്കിംഗ് ദീസ് കോസ്റ്റ്ലി മിസ്റ്റേക്ക്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ ഏറ്റെടുത്തതെങ്കിൽ ഇവിടെ ആളുകൾക്ക് ഒരു സുവിശേഷം പറയുന്നത് പോലെ ബയോടൂറിസത്തിനെ പ്രചരിപ്പിക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങളോടല്ല പറയുന്നത്. എസ് എ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട, ഒഴിവാക്കേണ്ട ചില മിസ്റ്റേക്കുകളുണ്ട്. അതിൽ ഒന്നാമത്തത് റിലൈങ് ഓൺ ദ പീപ്പിൾ ഓൾറെഡി ഇൻ യുവർ ഡൗൺലൈൻ ടു കാരി യുവർ ബിസിനസ്. എന്റെ കൂടെ വന്ന ഇവര് ബിസിനസ് കൊണ്ടുപോകും എന്നുള്ള മിഥ്യാധാരണ ആദ്യം മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റണമെന്നാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഇന്റർനാഷണൽ ലെവലിലുള്ള നെറ്റ്വർക്ക് ലീഡേഴ്സ് അവരുടെ ക്ലാസ് കൊടുക്കുന്ന ഒരു പോയിന്റാണ്. കാരണം പലരും ആഗ്രഹിക്കുക എങ്ങനെ വെച്ചാൽ എന്റെ കൂടെ വന്ന ഒരു ബിസിനസ് കൊണ്ടുപോയിക്കോളും. പിന്നെ ഞാനൊരു വർഷം കഴിഞ്ഞിട്ട് എന്താ പറയുക ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നല്ല പവർ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടിച്ച് ഗൾഫിൽ പോയ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അവരിവിടെ വരുമ്പോഴത്തേക്ക് ആട് കിടന്നിടത്തിൽ പൂട പോലും ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയായിരിക്കും. കാരണം ഇത് ഇമോഷൻ ഡ്രിവൺ ബിസിനസ് ആണ്, ഇത് സ്നേഹത്തിൽ ഓടുന്ന ബിസിനസ് ആണ്. അപ്പോ റിലൈങ് ഓൺ ദ പീപ്പിൾ ഓൾറെഡി ഇൻ യുവർ ഡൗൺലൈൻ ടു കാരി യുവർ ബിസിനസ് എന്നുള്ള ചിന്ത ആദ്യം മാറ്റുക. എന്റെ കൂടെ വന്നവർ ഈ ബിസിനസ് കൊണ്ടുപോകും എന്നുള്ള ചിന്ത മാറ്റുക. ഇത് എന്റെ ബിസിനസ് ആണ് എന്നുള്ള ചിന്തയിൽ വേണം ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ. 2, റിലൈങ് ഓൺ ദ പീപ്പിൾ യു റിക്രൂട്ട് ടു ബ്രിങ് പീപ്പിൾ ഇൻ യുവർ ബിസിനസ്. ഞാൻ കൊണ്ടുവന്ന 2 പേര് 2 ലക്ഷം ആളെ കൊണ്ടുവരുമെന്ന് വിചാരിച്ചിരിക്കുന്ന വിഡ്ഢികളാണ് നമ്മളെങ്കിൽ അതും ഈ ബിസിനസ്സിന് പറ്റൂല എന്നുള്ളത്. ഞാൻ റിക്രൂട്ട് ചെയ്ത ആളുകളെ കൊണ്ടുവരും എന്ന് വിചാരിച്ച് കഴിഞ്ഞ 3 കൊല്ലവും 5 കൊല്ലവും 5ഉം 10ഉം ആളുകളെ മാത്രം എന്ത് ചെയ്യാ നിർത്തി മുന്നോട്ട് പോകുന്ന ഒരുപാട് ലീഡേഴ്സ് നമുക്കുണ്ടാവും. അവിടെയാണ് നേരത്തെ മുകളിൽ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യണം, ഒരാളുകളുടെ പരേഡ് നടത്താൻ തയ്യാറാകണം. ഇതൊക്കെ പറയുന്ന സമയത്ത്, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ എന്തെങ്കിലും വിളക്ക് കത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളുകളും നെഗറ്റീവായിട്ട് എടുക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളുകളുടെ മൈൻഡ് സെറ്റിനെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയും. അവരെന്ത് ചെയ്യും, അവർ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വളരാനുള്ള ശ്രമം നടത്തും. എന്തിനേയും പോസിറ്റീവായിട്ട് കാണും. കൊള്ളാം, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കാം എന്ന് പറയും. നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്, ഇത് തന്നെ ഒരുപാട് ആളുകൾ വന്ന് ഇതേപോലെ പറയും. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാസ് അതങ്ങ് കേട്ടു, അത് കഴിഞ്ഞു. ഞാൻ എന്തായാലും ഒരു കാരണവശാലും എന്റെ ആറ്റിറ്റ്യൂഡൊന്നും മാറൂല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളും ഇതിലുണ്ട്. നിങ്ങൾ എത്രത്തോളം വിളിച്ചാൽ അവർ 6 മണിക്ക് സൂം കയറുമില്ല. ഞാൻ പറയുന്നത്, ഈ ഇരിക്കുന്ന 6 മണിക്ക് എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ചായ കുടിച്ച് വെള്ളം കുടിച്ച് 6 മണിക്ക് പുലച്ചക്ക് എണീറ്റ് സൂമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണെന്നതാണ്. വിജയം നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെയാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ മെനക്കെടില്ല എന്നുള്ളതാണ്. ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ആ സൂമല്ല, അതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, അതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്ന ആളുകളുടെ ഫിക്സഡ് മൈൻഡ് സെറ്റാണ്. ഒരു പ്ലാന് വരുന്ന സമയത്ത് അതിനെ പോസിറ്റീവായിട്ട് കാണാതെ 6820 4000 ആയി പോയല്ലോ എന്ന് കാണുന്ന, ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് പഠിക്കാത്ത ആളുകൾ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. അവരിപ്പോഴും ഈ സൂമിന്റെ പുറത്താണുള്ളത്. അതൊരു പക്ഷേ നിങ്ങളുടെ ലെഫ്റ്റിലോ റൈറ്റിലോ ഐഡിയ അടിച്ച ആളുകളായിരിക്കും. അവരെ എന്ത് ചെയ്യണം? അവരെ ബോധിപ്പിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ നമ്മുടെ പ്ലാനിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഈ ബിസിനസിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നുകൂടി ചാർജ് ആവും. അവരെന്നും നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോ മൈൻഡ് സെറ്റ് ആണ് എല്ലാം. നിങ്ങൾ ഇതിനെ എങ്ങനെ സമീപിക്കുന്നു അതുപോലെ ഇരിക്കും. ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയ ആളുകളുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തത്, അവർ എന്ത് ഏറ്റെടുക്കുന്നു അതിന് ഉത്തരവാദിത്വം 100% ഏറ്റെടുക്കും. 100% റെസ്പോൺസിബിൾ ആയിരിക്കും. 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആളുകൾ, വളരെ സിമ്പിൾ ആയിട്ടൊരു കഥ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകളിൽ പലരുടെയും വീട്ടിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഗൃഹനാഥൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഗൃഹനാഥയായിരിക്കാം. ചില വീട്ടില് നമ്മൾ പോയി കഴിഞ്ഞാല് അവർക്ക് അമ്മയോട് ചോദിക്കണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ഇല്ലെങ്കിൽ അമ്മൂമ്മയോട് ചോദിക്കണം, ഉമ്മാമ്മയോട് ചോദിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? ഉമ്മാമ പൈസക്കാരി ആയതുകൊണ്ടല്ല, ഉമ്മാമക്ക് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടല്ല, ഉമ്മാമക്കുള്ള ആകെയുള്ള ക്വാളിറ്റി ഉമ്മാമ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമായിരുന്നു. അതായത് ഇങ്ങനെ പറയുന്നത് സാധാരണ ഏറ്റവും ലോവസ്റ്റ് എങ്ങനെ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല. ഇതൊരു ഫിസിക്കൽ ട്രെയിനിങ് ആണെങ്കിലും ഓക്കെ ആയിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചില വീട്ടിൽ അച്ഛന് യാതൊരു പ്രാധാന്യം ഉണ്ടാവില്ല, അമ്മക്കായിരിക്കും പ്രാധാന്യം. അതുകൊണ്ടാണ് ഇപ്പൊ പഠനം നടത്തിയപ്പോഴാണ് റേഷൻ കാർഡ് സ്ത്രീകളെ പേരിലേക്ക് മാറ്റിയിട്ടുള്ളത്. അവരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. ഒരു ദിവസം സംസാരിച്ചാലും തീരാത്തൊരു ടോപ്പിക്കാണ്. നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാറുണ്ട്. നമ്മളെ വീടിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ ബിസിനസിന്റെ, നമ്മുടെ ഡൗൺലൈൻസിന്റെ, ഈവൻ നമ്മുടെ അപ്ലയൻസിന്റെ നമ്മൾ എടുക്കാറുണ്ട്. ഉത്തരവാദിത്തം എടുത്താൽ എന്താ ഗുണം എന്ന് വെച്ചാല്, നിങ്ങൾ എത്രത്തോളം ഉത്തരവാദിത്തം എടുക്കുന്നുണ്ടോ അത്രത്തോളം പവർ നിങ്ങൾക്ക് കിട്ടും. ഒരു പ്രോഗ്രാം വെക്കുന്നു, BOP. ആ BOP സെന്ററിലേക്ക് ആരൊക്കെ കയറി വരുമ്പോ അവരോട് ചിരിച്ചുകൊണ്ട് കൈ കൊടുത്ത് ഹായ് വെൽക്കം സർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ആയിരിക്കും ആ പ്രോഗ്രാമിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ. ശ്രദ്ധിച്ചാൽ മതി. അയാൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അയാൾ എല്ലാവരോടും സംസാരിക്കും, അയാൾ എല്ലാവരെയും വിഷ് ചെയ്യും, അയാൾ എല്ലാവരെയും അവിടെ ഇരുത്താൻ നോക്കും. ചെയറില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ചെയർ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് കൊണ്ടു കൊടുക്കും. ഭക്ഷണം തീരാൻ പോകുന്നു എന്ന് കാണുന്ന സമയത്ത് എവിടെയെങ്കിലും പോയി ഭക്ഷണമായി കൊടുക്കും. അപ്പൊ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതാണ്. ഏത് പ്രോഗ്രാം വരുമ്പോഴും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമയത്ത് ആ വ്യക്തികളായിരിക്കും അവിടെ ആളുകൾ പമ്പ് ചെയ്യുന്നുണ്ടാവുക. ശ്രദ്ധിച്ചാൽ മതി. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് പവർ വരും. ഒന്ന്, നിങ്ങൾ ആളുകളെ കൂട്ടുന്ന ഒരാളാവോ, ആളുകളെ പോയി കാണുന്ന ആളാവോ, ആളുകളെ കൂടെ നിർത്താൻ പഠിക്കുക, സ്നേഹിക്കാൻ പഠിക്കുക. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നല്ല ശക്തമായ ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ? ഈ ലോകത്തിൽ വിജയിച്ച ആളുകളൊക്കെ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടേ. ഇത് കഥയൊക്കെ പറയാനുണ്ട്, കഥ പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോകും. രണ്ട്, ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതിന് മുന്നേ അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. വാട്ട് യു വാണ്ട്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആവശ്യം, എനിക്കെന്താണ് ആവശ്യം, ഞാൻ എന്തിന് ബയോടൂറിയം ഏറ്റെടുത്തു, എനിക്കൊരു വ്യക്തത ഉണ്ട്. ഞാൻ 3 മുതൽ 5 വർഷം വരെ ഗൾഫിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ 5ാമത്തെ വർഷം ഞാൻ എന്താകും എന്ന് എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ആ പരിപാടി തൽക്കാലം എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു. എപ്പോ വേണമെങ്കിലും നമുക്ക് ഗൾഫിൽ പോയി പണിയെടുക്കാൻ പറ്റും, സ്കിൽ ഉണ്ടായാൽ മതി. എന്നെ സംബന്ധിച്ച് ഞാനൊരു അക്കൗണ്ട്സ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, അതെന്റെ കോൺഫിഡൻസ്. അപ്പൊ പക്ഷെ ഇവിടെ ഒരു 3 വർഷം മുതൽ 5 വർഷം വരെ പണിയെടുത്ത് കഴിഞ്ഞാൽ ഞാൻ എവിടെ എത്തും എന്ന് എനിക്ക് 100% ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത്.
നിങ്ങൾക്ക് ബോധ്യമുണ്ടെന്നുള്ളതാണ്. ഇഫ് യു ഡോണ്ട് ഡിസൈഡ് വേർ യു ആർ ഗോയിങ്, ലൈഫ് വിൽ ഡിസൈഡ് ഫോർ യു. ചില ആൾ പറയില്ല ജീവിതം അങ്ങനെ പോന്നു എന്ന് പറയും. നമുക്ക് ധാരണ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ എന്ത് ചെയ്യും, ജീവിതത്തിന് തോന്നുന്ന വഴിയിൽ നമ്മളെ കൊണ്ടുപോകും. ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. ഞാൻ എവിടെ എത്തണം, അല്ലെങ്കിൽ ഞാൻ എവിടെ എത്തും, എന്താണ് ശരിയായ നിങ്ങളുടെ ആവശ്യം, അതൊന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്തിനാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്, ഒരു പർപ്പസ് വെക്കുക, വ്യക്തമായ ഒരു പർപ്പസ്. ആ പർപ്പസിനെ ഗോളാക്കി മാറ്റണം. ഞാൻ എപ്പോഴും മുന്നേയുള്ള ട്രെയിനിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഫീൽഡ് പോകുന്നത് കിടക്ക വെക്കാനല്ല, പാർട്ട്ണർഷിപ്പ് പാഡ് വെക്കാനല്ല, മോർ പവർ വെക്കാനല്ല. ഞാൻ പോകുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഒരു 1.5 ഏക്കർ സ്ഥലം വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് വീട് വെക്കണം, അല്ലെങ്കിൽ നിലവിലുള്ള ലോണ് വീട്ടണം, എന്റെ പെങ്ങളെ കല്യാണം നടത്തണം, ഇല്ലെങ്കിൽ എനിക്ക് എന്റെ മക്കളുടെ വിദ്യാഭ്യാസം നടത്തണം, അതല്ലെങ്കിൽ എനിക്ക് എന്റെ നിലവിലുള്ള കാറ് ഒന്ന് മാറ്റിയൊരു പുതിയൊരു ഇലക്ട്രിക് വാഹനം വാങ്ങണം, അല്ലെങ്കിൽ ഒരു സ്കൂട്ടി വാങ്ങണം, അല്ലെങ്കിൽ ഒരു പവന്റെ ഒരു വളയെങ്കിലും വാങ്ങണം, അല്ലെങ്കിൽ എന്റെ ഭാര്യക്ക്, എന്റെ അനിയത്തിക്ക്, എന്റെ പെങ്ങൾക്ക്, എന്റെ മക്കൾക്ക് ഏകദേശം 1-2 പവന്റെ ഒരു ആഭരണം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി, ഈ സ്വർണം പോട്ടെ ഒരു വെള്ളി ആഭരണം വാങ്ങാൻ വേണ്ടിയെങ്കിലും ഒരു പർപ്പസോട് കൂടി നിങ്ങൾ ഈ ബിസിനസ്സിനെ കാണും. നിങ്ങൾ പലരുടെയും പ്രശ്നം, എന്റേതടക്കം നിങ്ങളുടെ പലരുടെയും പ്രശ്നം, ആളുകൾ നെഗറ്റീവ് അടിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവായി പോകുന്നുണ്ട്. കാരണം നമുക്കിങ്ങനെയുള്ള പർപ്പസ് ഇല്ല. നമ്മൾ ആരോ പറഞ്ഞു ഈ ബിസിനസ് ഏറ്റെടുത്തു, ഭയങ്കര സംഭവമാണ്, മുട്ടുവേദന മാറും, നടുവേദന മാറും, വെരിക്കോസ് മാറും, കിഡ്നി സ്റ്റോൺ മാറും, ഈവൻ മരിക്കാൻ കിടക്കുന്ന ആളുകൾ വരെ എണീറ്റ് ജീവിതത്തിലേക്ക് വരുന്നു. അപ്പൊ എന്ത് ചെയ്യാ, ഇതിനെ ഒരു സുവിശേഷം പോലെ ഏറ്റെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നതെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല ഈ പ്രോഗ്രാം. ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ആണ്. ഞാനൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡർ ആകാൻ പോകുന്ന വ്യക്തിയാണ്. ഞാനൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡറുടെ ലൈഫ് സ്റ്റൈലിലേക്ക് എന്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ബിസിനസ് ഏറ്റെടുത്തത് എന്ന് എനിക്ക് ബോധ്യം വരുന്ന സമയത്താണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത്. ആ ചിന്തയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ബിസിനസ് ഏറ്റെടുക്കാൻ. ലോകത്തിൽ വിജയിച്ച എല്ലാ ആളുകൾക്കും അവരൊരു ബിസിനസ് അവസരം ഏറ്റെടുക്കുന്ന സമയത്ത് അവർക്ക് വ്യക്തത ഉണ്ടായിരുന്നു, എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത്. 3-ാമത്തെ പോയിന്റ്, ഞാൻ ഏറ്റെടുത്ത ഈ ബിസിനസ് അതെന്നെ കൊണ്ട് വിജയിക്കാൻ പറ്റുമെന്ന് 100% ഉറപ്പുണ്ടാവും എന്നുള്ളതാണ്. ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ലൈഫിൽ ഉണ്ടാവരുത്. കാരണം ഇന്ന് ലോകത്തിൽ ഒരു കമ്പനിയും കൊടുക്കാത്തത്രയും വലിയ വരുമാനം, ഒരു കമ്പനിക്കും പകരം വെക്കാൻ പറ്റാത്തത്രയും യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെയൊക്കെ ഒരു സൗഭാഗ്യം. ഈ കമ്പനിയെ നമ്മൾ അറിയ പോലും ഇല്ലായിരുന്നു ഒരു പക്ഷേ, അല്ലെ? ഇപ്പം എവിടേക്കോ ഇരിക്കുന്ന ആളുകൾ നമ്മളുമായിട്ട് കണക്ട് ആയപ്പെടുന്നു, അല്ലെ? മനോജ് തൃപ്പൂണിത്തറ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തപ്പോ കേരളത്തിൽ ഏകദേശം 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ അവസരം എത്തി. അതിൽ പല വീടുകളിലും ഇന്ന് അടുപ്പ് പുകയുന്നുണ്ടെങ്കിൽ ബയോടോറിയത്തിന്റെ കമ്മീഷൻ കൊണ്ടാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ? എന്റെ ഒരു തീരുമാനത്തിലാണ് 100 കണക്കിന് ആളുകളുടെ വീട്ടിലേക്ക് ആഹാരം പാചകം ചെയ്യുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു നന്മ നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ ടൂളാണ് നമ്മുടെ യുണീക്ക് പ്രൊഡക്റ്റുകൾ. ആ ടൂൾ ഉപയോഗിച്ച് ബിസിനസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ലോകത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ കഷ്ടപ്പെടുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. അതിനെ തുടച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റുമായിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ വിജയിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. എന്നെ തടയാൻ, എന്നെ തകർക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നുള്ള മനോഭാവത്തിലാണ് ലോകത്തിലെ സക്സസ്ഫുൾ ആയ ആളുകളൊക്കെ ബിസിനസ് ചെയ്യുന്നത്. അടുത്തത്, നമ്മളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും പലതും ഏറ്റെടുക്കുക. അപ്പൊ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കും. 1 വർഷം കഴിഞ്ഞ് ഞാൻ എവിടെയാണ് എന്ന് വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കും. എന്റെ ലക്ഷ്യങ്ങളൊക്കെ, എന്റെ കുടുംബം എങ്ങനെയായിരിക്കണം, എന്റെ മക്കൾ എങ്ങനെയായിരിക്കണം, എന്റെ വീടിന്റെ അവസ്ഥ എന്തായിരിക്കണം, എന്റെ നാട്ടിലുള്ള അവസ്ഥ എന്തായിരിക്കണം, നാട്ടുകാരുടെ മുന്നിൽ എന്റെ പ്രസ്റ്റീജ് എന്തായിരിക്കണം, ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഗോൾ ഉണ്ടായിരിക്കും. ആ ഗോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ പോയിന്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലാനോട് കൂടി വേണം നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ. അവരൊക്കെ അവരുടെ സക്സസ് വിഷ്വലൈസ് ചെയ്ത ആളുകളാണ്. നമ്മുടെ വിജയം നമ്മുടെ മനസ്സിൽ നമുക്ക് കാണാത്ത കാലത്തോളം നമുക്ക് അതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്.
ആദ്യം നമ്മുടെ ചിന്തകളിലാണ് എന്ത് വേണ്ടത്, സക്സസ് ഉണ്ടാകേണ്ടത്. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സുകൊണ്ട് ഇമോഷനോട് കൂടി സമീപിക്കണം. ഇമോഷനോട് കൂടി സമീപിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതിനെ പ്രാവർത്തികമാക്കിയെടുക്കാൻ പറ്റും. എപ്പോഴും ഫീലിങ്സ് ഉണ്ടായിരിക്കണം. ഒരു കാറ് വാങ്ങാൻ ഉദ്ദേശിച്ച് ഈ ബിസിനസ് ഏറ്റെടുത്ത ആള് ആ കാറിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഏത് കാറ് വാങ്ങുന്നു, എങ്ങനെ വാങ്ങുന്നു, ആ കാറ് ഷോറൂമിൽ പോയി എന്ത് ചെയ്യുക, അതിനൊന്ന് ഫീൽ ചെയ്യുക, അതിനൊന്ന് തൊട്ട് നോക്കുക, ഇവൺ വേണേ മണത്ത് നോക്കുക, അതേപോലെ അതിന്റെ ഓണൊക്കെ അടിച്ച് ചെവി കൊണ്ട് കേൾക്കുക. ഇവൺ ആ വണ്ടിക്ക് വെറുതെ വേണമെങ്കിൽ സ്റ്റിയറിംഗിന്റെ മുകളിലൊക്കെ ഇരുന്ന് സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് ആവുകൊണ്ട് നക്കി രുചിച്ച് നോക്കുക. എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രങ്ങളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എൻജോയ് ചെയ്യണം പോലെ. അങ്ങനെ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, അതിനെ നമ്മൾ ആവാഹിച്ചെടുക്കുക എന്നൊക്കെ പറയും. അങ്ങനെ ആവാഹിച്ചെടുത്ത് വിഷ്വലൈസ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, അവരുടെ ലൈഫിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു ചേരും. എഫേർട്ട് ഉണ്ടായാൽ മതി, ആക്ഷൻ ഉണ്ടായാൽ മതി. ആക്ഷൻ പാർട്ട് പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നിരിക്കും. ഈ സക്സസ്ഫുൾ ആയ ആളുകൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സക്സസ് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പം വിജയിച്ചത് 10 വർഷം കഴിഞ്ഞോ 100 വർഷം കഴിഞ്ഞോ ആയിരിക്കാം, എത്ര വർഷം കഴിഞ്ഞാൽ ആയിക്കോട്ടെ. പക്ഷെ അവര് കൺസിസ്റ്റൻസിയോട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ മതി, തമിഴ്നാട്ടില് നമ്മള് പൂവ് അല്ലെ, വാഴയുടെ നാര് കൊണ്ട് പൂവ് ഉണ്ടാക്കുന്നുണ്ടാവും അല്ലെ, പൂവ് കോർക്കുന്നുണ്ടാവും. പളനിയിലാണെന്ന് തോന്നുന്നു, ഒരു അമ്മ വർഷങ്ങളോളം അവരുടെ ബിസിനസ് ഈ പൂവ് കോർക്കാനുള്ള വാഴയുടെ നാര്, വാഴയുടെ ഇതില്ലേ, ഇലയുടെ തണ്ട് അല്ലെങ്കിൽ വാഴക്കാം, അതിന്റെ കൊണ്ടുള്ള നാരുണ്ടാക്കിയിട്ട് വിറ്റിരുന്ന അമ്മ ഇന്ന് കോടീശ്വരിയാന്നാ പറഞ്ഞത്. അപ്പൊ അവർ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ബിസിനസ്സിൽ. കോഴിക്കോട് പാലക്കാട് ഹോട്ടലിന്റെ മുന്നിൽ വെച്ചിട്ട് അവിടെ നമ്മുടെ മിൽക്ക് സർബത്ത് വിൽക്കുന്ന ആള് കോടീശ്വരനാണ്, ഒരൊറ്റ പുറത്താ വിറ്റത് മിൽക്ക് സർബത്ത്. നമ്മളെ കയ്യിലേക്ക് കമ്പനി തന്നൊരു ഓപ്പർച്യൂണിറ്റി വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സക്സസ് ആകാൻ പറ്റും. നമ്മളെല്ലാം പ്രശ്നം വിജയിച്ചിട്ട് അതുപോലെ നടക്കാമെന്ന് ചിന്തിക്കും. പക്ഷെ സക്സസ് ആയ എല്ലാ ആളുകളും വിജയിക്കുന്നതിന് മുന്നേ വിജയിച്ചതുപോലെ നടന്ന ആളുകളാണ്. വളരെ സിമ്പിളാണ്. യുവർ ഫിസിയോളജി ഈസ് യുവർ സൈക്കോളജി എന്നാണ്. നമ്മൾ നല്ലൊരു ഡ്രസ് ഇട്ട് പോകുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ചെരുപ്പിട്ട് നടക്കുന്നതിനെക്കാട്ടും കോൺഫിഡൻസ് കിട്ടും ഷൂ ഇട്ട് നടക്കുന്ന സമയത്ത്. മുണ്ടും ഷർട്ടും ഇട്ട് നടക്കുന്നതിനെക്കാട്ടും കോൺഫിഡൻസ് കിട്ടും ചില ആളുകൾക്ക് ഇൻസൈഡ് ആക്കി നടക്കുന്നത്. ചില ആൾക്ക് മുണ്ടായിരിക്കും, എന്തോ ആയിക്കോട്ടെ. നല്ലൊരു ചുരിദാർ ഇട്ട് പിന്നെ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഒരു നോർമലി നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഉടുക്കുന്ന ഒരു ചുരിദാർ ഉടുക്കുന്ന സമയത്ത് കിട്ടില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കണം, ഞാനിതിൽ വിജയിച്ചു ഓൾറെഡി. അങ്ങനെ ചിന്തിക്കാത്ത ആരെങ്കിലും ഇന്ന് ഉണ്ടെങ്കിൽ, ഈ സൂമിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇന്ന് ചിന്തിക്കണം, ഞാനിതിൽ വിജയിച്ച ആളാണ്. എന്നിട്ട് എന്ത് വേണം, നമ്മള് ഒരു സക്സസ്ഫുൾ ആയ ഒരാളെ പോലെ പെരുമാറാൻ പഠിക്കണം. അവരൊക്കെ അങ്ങനെയായിരുന്നു, വളരെ സക്സസ്ഫുൾ ആയിരുന്നു, വളരെ ജെന്റിലായി അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതാണ്. ആരാണോ അഭിനയിക്കുന്നത് അവർ വിജയിക്കും. സക്സസ് കം ടു ദോസ് ഹു ആക്ട്. ആക്ട് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്നതിനും പറയാ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുന്നതിനും പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഞാനൊരു ഈബായിട്ടുത്തിന്റെ കോടീശ്വരനാണ് എന്നുള്ള മനോഭാവത്തോടു കൂടി വേണം വീട്ടിലെല്ലാവരോടും സംസാരിക്കാൻ, നാട്ടിലെല്ലാവരോടും സംസാരിക്കാൻ. നമ്മൾ പുറത്തിറങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ ടീമിനോട് സംസാരിക്കും. നമ്മൾ ഓൾറെഡി സക്സസ്ഫുൾ ആണ്, നമ്മൾ എന്തിനാ വെറുതെ ചൂളി പോകുന്നത്? നമ്മൾ ഓൾറെഡി വിജയിക്കുമെന്ന് 100% ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഏറ്റെടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ പെരുമാറും എന്നുള്ളതാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ്. അതേപോലെ വിജയിച്ച ആളുകളൊക്കെ അവര് പേ ചെയ്യാൻ മൂല്യത്തിനനുസരിച്ച് പേയ്മെന്റ് നടത്താൻ തയ്യാറായിരുന്നു അവർ. ഇവിടെ നമ്മൾ പലരെയും കാണാറുണ്ട്, നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് അവാർഡ് കൊടുക്കേണ്ട സമയത്തൊന്നും ആളുകളൊന്നും ഷെയർ ചെയ്യാൻ വില്ലിങ് ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, പേ ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നോക്കിയാൽ മതി. വീട്ടില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ കറണ്ടിന്റെ ബില്ലടക്കുന്നതും അരി വാങ്ങുന്നതും മീൻ വാങ്ങുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ അവർക്കായിരിക്കും എന്ത് പവർ. ഞാൻ നേരത്തെ പറഞ്ഞു, അവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അവർ മിച്ചം വെക്കുന്നത് കൊണ്ട് അവർ പേ ചെയ്യാൻ തയ്യാറാണെന്നില്ല. ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഡൗൺലൈനിനെ കൂട്ടി പോകുന്ന സമയത്ത്, നിങ്ങൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് നിങ്ങളാണ് ലീഡർ എങ്കിൽ നിങ്ങൾ എണ്ണ അടിക്കണം. നിങ്ങളാണ് ലീഡർ എങ്കിൽ നിങ്ങൾ അവർക്ക് ചായ വാങ്ങിക്കൊടുക്കണം. നിങ്ങളാണ് ലീഡർ എങ്കിൽ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം.
അത് അവര് ചെയ്യട്ടെ, അവരതല്ലേ എന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ചിന്താഗതി ആദ്യം മാറ്റുമെന്നുള്ളതാണ്. ആരാണോ പേ ചെയ്യാൻ വില്ലിങ് ആകുന്നത് അവരുടെ അടുത്ത് പൈസ വന്നോണ്ടിരിക്കും. കാരണം അവർക്കാണ് പൈസ ആവശ്യം എന്ന് ഓൾറെഡി പണത്തിനും അറിയാം, ഈ ദൈവത്തിനും അറിയാം. സോ കോൾഡ് ദൈവം ഏതാണെങ്കിലും പ്രൈസ് ഈസ് വാട്ട് യു പേ, വാല്യൂ ഈസ് വാട്ട് യു ഗെറ്റ്. വാരൻ ബഫറ്റ് ചിലപ്പോൾ ഒരു ചായ വാങ്ങിക്കൊടുത്തത് കൊണ്ട് നിങ്ങളെ കൂടെ ഐഡിയ അടിച്ച ആളുണ്ടാവും. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. ഒരു ചായ വാങ്ങിക്കൊടുത്തത് കൊണ്ട് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി നിങ്ങളെ കൂടെ വന്ന ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരാൾ വളരെ സ്ട്രഗിളായി നിൽക്കുന്ന സമയത്ത് ഒരു 1000 രൂപ കഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 1000 രൂപ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ ലൈഫ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും. പറ്റിക്കപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ അതിൻ്റെ അകത്ത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? ലോകത്തിൽ സക്സസ്ഫുൾ ആയ ആളുകളൊക്കെ അവര് പേ കൊടുക്കാൻ, അവരൊരു BOP നടത്തുന്ന സമയത്ത് BOPന്റെ ഹാളിന്റെ റെന്റ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഒരു NDOP നടക്കുന്ന സമയത്ത് ടീമിനെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ വരുന്ന എക്സ്പെൻസ് മെയിൻറ്റെയിൻ ഷെയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. പ്രോഗ്രാം ഹാളിലേക്ക് അല്ലെ, ഇപ്പോഴും ഇവിടെ കേരള ബയോടെക്നോളജി കമ്മ്യൂണിറ്റിയിലെ പല പ്രോഗ്രാമിന്റെയും ഫീസ് കൊടുക്കുന്ന മനോജ് സാർ ഒറ്റക്കാണെന്ന് എന്റെ കുറച്ചൊക്കെ അറിവ്. അത് അദ്ദേഹം പേ ചെയ്യുന്നതോറും അദ്ദേഹത്തിന് റിട്ടേൺ കിട്ടിക്കൊണ്ടേയിരിക്കും, കൊടുത്താലേ കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതുപോലെ മാറാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. അതേപോലെ ഈ ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ ഒരുപക്ഷെ പുതിയ ആളുകൾ ഇന്ന് ഈ പ്രോഗ്രാമിൽ ഉണ്ടാവാം. നിലവിലുള്ള കരിയർ മാറ്റിവെച്ചുകൊണ്ട് ഒരുപാട് നമുക്ക് അറിയാവുന്ന ആളുകൾ, ടൈലറിംഗ് മേഖലയിൽ നിന്ന ആളുകൾ ആ ജോലി മാറ്റിവെച്ച് ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പല പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒരു തീരുമാനം എടുക്കാൻ വൈകുന്നത് ഉള്ളിൽ പേടിയുള്ളത് കൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ അല്ലെ, ഒറ്റ ഡെഫിനിഷൻ ഉള്ളൂ, ഫോർഗെറ്റ് എവരിതിങ് ആൻഡ് റൺ. ഒന്നുകിൽ എന്ത് ചെയ്യുക, എല്ലാം മറന്ന് തിരിച്ചോടുക, അല്ലെങ്കിൽ ഫേസ് എവരിതിങ് ആൻഡ് റൈസ് എന്നാ പറയാ. എല്ലാത്തിനും നേരിട്ടുകൊണ്ട് ചങ്കൂറ്റത്തോടെ മുന്നോട്ട് പോകുന്നത്. ലോകത്തിൽ സക്സസ്ഫുൾ ആയ ആളുകളൊക്കെ നിങ്ങളും ഞാനും അനുഭവിക്കുന്ന പേടി അനുഭവിച്ചു വന്ന ആളുകളാണ്. ഇവിടെ ഞാൻ 2 ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്ന് എന്ത് ചെയ്യാ, നമ്മളത് ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് പേരച്ചൂട്ടിട്ട് ജമ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഉള്ളിലും പേടിയുണ്ട്. ഓക്കെ, താഴെ എത്തുവോ, മരിച്ചു പോകുവോ, ഇതെന്തെങ്കിലും പറ്റുമോ, പേരച്ചൂട്ട് തുറന്നില്ലെങ്കിലോ ഒക്കെ അവരുടെ ഉള്ളിലുണ്ടാവും. രണ്ടാമത് കാണുന്നത് നമ്മള് ഈ വണ്ടർല പോലുള്ള അമ്യൂസ്മെന്റ് പാർക്ക് കാണുന്ന എന്താ പറയാ, നമ്മളെ നാട്ടിലൊക്കെ എന്താ അതിന് പറയാ സംഭവം, ഈ തൊട്ടിൽ എന്നൊക്കെ പറയും നമ്മള് അല്ലെ, ആ പീറ്റത്തൊട്ടിൽ എന്നൊക്കെ പറയും നമ്മളെ നാട്ടിലൊക്കെ. ഇതിലേക്കൊക്കെ കയറുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൈഡിൽ കയറുന്ന സമയത്ത് അതിങ്ങനെ കറങ്ങുന്ന സമയത്ത് അത് മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, റൗണ്ടായിട്ട് കറങ്ങുന്നു, ആളുകൾ ബഹളം വെക്കുന്നു. അത് കണ്ട് പേടിച്ചിട്ട് അവിടെ കയറാതെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ. എല്ലാവരും അതിൽ കയറാറില്ലല്ലോ. പക്ഷെ കയറുന്ന എല്ലാ ആളുകളുടെ ഉള്ളിൽ പേടിയുണ്ട്. കയറുന്ന ആളുകളൊക്കെ ഇങ്ങനെ കൂക്കിയിട്ട് കരയുന്നത് എന്തിനാണ്? പേടികളുകൊണ്ടാണ്. ഇതേപോലെ തന്നെയാണ് ബിസിനസ്സും. ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്തും മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? സക്സസ് ആവുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബിസിനസ്സിൽ 100% ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എന്താ പറയാ, നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ലോകത്തിൽ സക്സസ്ഫുൾ ആയ ആളുകളൊക്കെ നമ്മളെ പോലെ തന്നെയാണ്, പേടിച്ചിട്ട് തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അവരെന്ത് ചെയ്തു? ആ ഫിയറിനെ ഫീൽ ചെയ്തു, എന്നിട്ട് എങ്ങനെയെങ്കിലും അത് നേടിയെടുത്തു. ദേ ഫീൽ ദ ഫിയർ ആൻഡ് ഡു ഇറ്റ് എനിവേ. അത് ചെയ്ത് നേടിയെടുത്ത സമയത്ത് മാത്രമാണ് സക്സസ് ആയത്. അതുകൊണ്ട് ഇപ്പൊ ഇതിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാൻ പേടിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ എല്ലാ ആളുകൾക്കും പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആ പേടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവർ ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 7ാമത്തെ പോയിന്റ് അതാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുക. സീക്ക് മെന്റർഷിപ്പ്. നമുക്ക് ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ നല്ലൊരു മെന്റർഷിപ്പ് ആവശ്യമാണ്. നല്ലൊരു മെന്റർ ഉണ്ടായിരിക്കണം, ഒരു ഗുരു ഉണ്ടായിരിക്കണം, ഒരു ടീച്ചർ ഉണ്ടായിരിക്കണം. അത് ഫ്രണ്ട് ആവാം, ചിലപ്പോ ഹസ്ബൻഡിന് അത് ഭാര്യയാകാം, ഭാര്യക്ക് അത് ഭർത്താവാകാം. ഓക്കെ, അല്ലെങ്കിൽ അത് അച്ഛനാകാം, അമ്മയാകാം, ചിലപ്പോ നമ്മുടെ ബ്രദേഴ്സ് ആവാം. ഇനി അതല്ലെങ്കിൽ നല്ല കഴിവും കപ്പാസിറ്റിയുള്ള നിങ്ങളുടെ അപ്ലൈൻ ലീഡർ ആവാം. നമുക്കൊരു മെന്റർ ഉണ്ടായിരിക്കണമല്ലോ. മെന്റർ ഉണ്ടായാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കഴിവും കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ എന്റെ മെന്റർക്ക് അറിയാം, എന്റെ ഫ്രണ്ടിന് അറിയാം. ഇവിടെ എന്നെ മെന്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളുണ്ട്. നിങ്ങള് ഇപ്പൊ ഇവിടെ MC ചെയ്ത പവിത്ര സാറിന് പൊടച്ചു കൊടുത്ത നമ്മുടെ അപ്ലൈൻ ലീഡർ ചന്ദ്രമാഷ്, നമ്മുടെ ഒക്കെ പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന ശോഭ മേഡം. ഇപ്പൊ ഞാനിതിങ്ങനെ പറയാൻ പോകുന്ന കാരണം വെച്ചാല്,
ഒരു മെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പുറത്തുള്ള ഏതോ ഒരു വലിയ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആളുകളല്ല. ഇപ്പൊ എന്നെ എൻകറേജ് ചെയ്യുന്ന ആളുകളൊക്കെ എന്റെ മെന്റേഴ്സ് ആണ്. നമ്മുടെ മനോജ് സാർ, അത് ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ KBC ആരൊക്കെ ഐഡിയ അടിച്ചോ അയാൾക്കൊക്കെ എന്ത് ചെയ്യും, അദ്ദേഹം കോൺഫിഡൻസ് കൊടുക്കാറുണ്ട് അല്ലെ. അത് നല്ല മെന്റർഷിപ്പ് ക്വാളിറ്റിയാണ്. അപ്പൊ നിങ്ങൾ ആരാണ് എൻകറേജ് ചെയ്യുന്നത്? നിങ്ങള് 10,000 പ്ലെയിന് പറയുമ്പോ ഇത് അതും കൂടി ഐഡിയ അടിച്ചോ എന്ന് പറയുന്ന ആളല്ല മെന്റർ. ആദ്യം മനസ്സിലാക്കണം. അവിടെയും ഒരു ഐഡിയ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവിടെ രക്ഷപ്പെട്ടാലോ, അവിടെ ഒരു വൺ സൈഡ് പോയാലോ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാൻ നശിപ്പിക്കാൻ വരുന്ന ആളല്ല മെന്റർ. മെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇബയോട്ടോറിയം ബിസിനസ് ചെയ്യുന്ന സമയത്ത് മെന്റർ എന്ന് പറഞ്ഞാൽ ഇബയോട്ടോറിയം ബിസിനസ് ഏറ്റെടുത്ത് സക്സസ്ഫുൾ ആകാൻ പോകുന്ന അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകുമെന്ന് 100% വിശ്വസിക്കുന്ന ഒരു അപ്ലൈ ലീഡർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ മെന്റർഷിപ്പിലായിരിക്കണം എപ്പോഴും. അങ്ങനെയുള്ള ആള് ഉണ്ടാവണമെന്ന് എന്ത് ചെയ്യാം, നമുക്ക് പ്രത്യാശിക്കാം. അപ്പൊ അങ്ങനെ വളരെ സ്ട്രോങ് ആയി ബിസിനസ് ഏറ്റെടുക്കുന്ന ഒരാളുടെ മെന്റർഷിപ്പിലാവുമ്പോ എന്താ ഗുണം എന്ന് വെച്ചാല് നിങ്ങളുടെ കഴിവും കപ്പാസിറ്റിയും നിങ്ങളെക്കാൾ കൂടുതൽ അറിയാൻ പറ്റുന്നത് ഒരു മെന്റർക്ക് ആയിരിക്കും. ക്ലിയർ? ഇനി അങ്ങനെ ഒരു മെന്റർ നിങ്ങൾ ടീമിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടം പോലെ നല്ല ട്രെയിനേഴ്സ് മെന്റേഴ്സ് ഒക്കെ പുറത്ത് കിടക്കുന്നുണ്ടാവും. ആരെങ്കിലും ഒരാളെ എന്ത് ചെയ്യാം, അവരോട് കാര്യങ്ങൾ ചെയ്യും. സക്സസ് ആകുന്ന ആളുകൾ, സക്സസ്ഫുൾ ആയ ആളുകളുടെ മെന്റർഷിപ്പ് എന്ത് ചെയ്യുക, എടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ? 9ാമത്തെ പോയിന്റ്, എപ്പോഴും ഉത്സാഹം ഉണ്ടായിരിക്കണം. നമുക്ക് ഉത്സാഹം ഉണ്ടെങ്കിൽ ടീമിന് ഉത്സാഹം ഉണ്ടാവും. നമ്മൾ ചടഞ്ഞു കൂടിയിരിക്കുകയാണെങ്കിൽ ടീം അതിനേക്കാൾ വീക്കാവും. സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈസ് സ്പീഡ് ഓഫ് ദ എഞ്ചിൻ എന്ന് പറയാം. നമ്മളാണ് നമ്മുടെ ടീമിന്റെ എഞ്ചിൻ. അത് തിരിച്ചറിയണം എന്നുള്ളതാണ്. എഞ്ചിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ടീമിന്റെ സ്പീഡ്. അപ്പോ എപ്പോഴും ഉത്സാഹം. ഏത് പാതിരക്ക് പോകാൻ വിളിച്ചാലും നമ്മൾ വില്ലിങ് ആവാന്നുള്ളതാണ്. ചിലപ്പോ 12 മണിക്കായിരിക്കും ഒരു സെയിൽ കോസാകുന്നുണ്ടാവുക. ഓക്കെ, 10 വീട്ടിൽ പോയി ഒന്നും നടക്കുന്നില്ല, ഒരു ഡൗൺലൈൻ എന്ത് ചെയ്തു, വീക്കായി, അയ്യോ ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, അത് പോട്ടെ, ഞാനൊക്കെ തുടങ്ങുന്ന ഇതുവരെ ഞാൻ 10,000 ആളോട് സംസാരിച്ചിട്ടില്ലേ, എന്റെ കൂടെ ഇപ്പൊ 100 കുറവ് ആളുകളല്ലേ ഉള്ളൂ, നമുക്ക് അടുത്ത ആളെ തേടി പോകാം. അപ്പൊ അടുത്ത ലിസ്റ്റ് എടുക്കുക, ഇവിടെ അടുത്താരെങ്കിലും നമുക്ക് അവരെയും കൂടി ഒന്ന് കണ്ടു നോക്കി പോകാ എന്ന് പറഞ്ഞ് 11 മണിയാണെങ്കിലും 12 മണിയാണെങ്കിലും അവരുടെ കൂടെ പോകാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളാണ് അവർക്ക് നേരത്തെ പറഞ്ഞ മെന്ററും, നിങ്ങളാണ് അവർക്ക് ഏറ്റവും നല്ല സുഹൃത്തുണ്ടാവും. അതേസമയം 2 വീട്ടിൽ പോയി അവിടെ എടുത്തില്ല, അത് 3ാമത്തെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെയും കൂടി എടുത്തില്ലെങ്കിൽ നീ നിന്റെ പണിയെടുത്തോ, ഞാൻ എന്റെ വഴിക്ക് പോകും എന്ന് പറയുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പഴയ പണിയാണ് നല്ലത്. ഈ പണി നിങ്ങൾക്ക് പറ്റിയതല്ല. എപ്പോഴും ഉത്സാഹിയായിരിക്കും എന്നതാണ് ഏറ്റവും ലാസ്റ്റ് പോയിന്റ്. ലോകത്തിൽ സക്സസ്ഫുൾ ആയ എല്ലാ ആളുകളും അവരുടെ സക്സസിന് വേണ്ടി, അവരുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി അവർ സ്ഥിരോത്സാഹത്തോടു കൂടി പണിയെടുത്തിരുന്നു. അതൊരു വർഷം കൊണ്ടാവാം, 2 വർഷം കൊണ്ടാകാം, 3 വർഷം കൊണ്ടാകാം. പക്ഷെ അവരെപ്പോഴും അവരെ ഏറ്റെടുത്ത അന്ന് മുതൽ അവര് അക്കൗണ്ടബിൾ ആയിരുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്താൽ നമ്മുടെ ടീമിൽ എത്ര 1 lakh അച്ചീവേഴ്സ് ഉണ്ട്, എത്ര 10,000 അച്ചീവേഴ്സ് ഉണ്ട്, എത്ര ക്രൈറ്റീരിയ ബോണസ് കിട്ടാത്ത ആളുകളുണ്ട്, എത്ര ക്രൈറ്റീരിയ ബോണസ് മാത്രം കിട്ടിയ ആളുകളുണ്ട്, എത്ര 2 lakh അച്ചീവേഴ്സ് ഉണ്ട്, 5 lakh അച്ചീവേഴ്സ് ഉണ്ട്, കൗണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മുടെ ബിസിനസ്സാണ്. അപ്പൊ ആ തരത്തിലേക്ക് നമുക്ക് ഈ ബിസിനസിനെ വളർത്തിയെടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വളരെ വളരെ വേഗം സക്സസ്ഫുൾ ആകാൻ പറ്റും. 10 പോയിന്റുകളാണുള്ളത്. 10 പോയിന്റ് ഞാൻ ഒന്നും കൂടി ഷോർട്ടായിട്ട് പറഞ്ഞു പോവുക. 1, ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കും. നിങ്ങളുടെ ബിസിനസിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കണം. നിങ്ങളായിരിക്കണം ലീഡർഷിപ്പിൽ. 2, എന്താണ് നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ നേടാൻ ആഗ്രഹിക്കുന്നത്, വളരെ വ്യക്തമായ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 3, ഞാൻ ഏറ്റെടുത്ത ഈ ബിസിനസ്സിലൂടെ ഞാൻ വിജയിക്കുമെന്ന് 100% വിശ്വസിക്കുക എന്നുള്ളതാണ്. 4, നിങ്ങളുടെ സക്സസ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം, നാട്ടുകാർ വിഷ്വലൈസ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള. 5, ഇപ്പൊ ഞാൻ വിജയിച്ചതുപോലെ ഞാൻ എന്ത് ചെയ്യണം, അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഞാൻ നടക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. ആക്ട് ആസ് ഇഫ് ദേ ആർ ഓൾറെഡി സക്സസ്ഫുൾ. നമ്മളിപ്പോ വിജയിച്ചിരിക്കുന്ന ആളാണ്. ഷൂവും പാന്റും കോട്ടും ഒക്കെ ഇന്ന് തന്നെ വാങ്ങി ഉപയോഗിക്കുക. ഇൻസൈഡ് ആക്കാൻ മടിയാണ്, ഉള്ളിൽ പേടിയാണ്. വിജയിക്കുമോ എന്ന് പേടിയാണ്. തോറ്റുപോകുമോ എന്നുള്ള പേടിയല്ല, വിജയിക്കുമോ എന്നുള്ള പേടിയാണ്. അതാണ് ഏറ്റവും വലിയ വിഡിത്തം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇന്ന് എന്ത് ചെയ്യുക, ഇന്ന് പാന്റും ഷർട്ടും ഈ അയൺ ചെയ്ത് ഇൻസൈഡ് ആക്കി നടക്കാൻ മടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു നല്ല കാണാൻ ഭംഗിയുള്ള ചുരിദാറോ സാരിയോ ഉടുത്ത് നാട്ടുകാരുടെ ഇടയിലേക്ക് നടക്കാൻ പേടിയുള്ള സ്ത്രീകൾ ഇതിലുണ്ടെങ്കിൽ ഇന്ന് എന്ത് ചെയ്യുക, അത് മാറ്റുമെന്നുള്ളതാണ്. ആദ്യത്തെ ഒരു ദിവസം എല്ലാവരും അടിപൊളിയാണല്ലോ എന്ന് ചോദിക്കുമായിരിക്കും.
ഇല്ലെങ്കിൽ നീ ആരാ, കളക്ടറാണോ എന്ന് ചോദിക്കുമായിരിക്കും. ആളുകൾ കളിയാക്കി നിങ്ങൾ ഒരു ദിവസം അതിസമ്പന്നനാകുന്ന ദിവസം ഇതേ ആളുകൾ അതേ ഓവുപാലത്തിന്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് അന്നും പറയുന്നുണ്ടാവും ഇവൻ പുലിയാണ് എന്ന്. അപ്പൊ എന്ത് ചെയ്യാ, ഇപ്പോഴേ എന്ത് ചെയ്യാ, സക്സസ്ഫുൾ ആണ് എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് ലൈഫ് സ്റ്റൈൽ മാറ്റുക. വില്ലിംഗ് ടു പേ ദ പ്രൈസ്. ഏത് പ്രോഗ്രാമിന് പോകുന്ന സമയത്തും, എന്തിന്റെ ഉത്തരവാദിത്തം എടുക്കുന്ന സമയത്തും, ലൈഫിൽ എന്ത് കാര്യങ്ങൾ വരുന്ന സമയത്തും നമ്മൾ കൈ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. പേടിയുണ്ടാവാം, പേടിയെ ഫീൽ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, തിരിഞ്ഞോടുകയല്ല വേണ്ടത്. ഫേസ് എവരിതിങ് ആൻഡ് റൺ എന്നാ പറഞ്ഞത്, റൈസ് എന്നാ പറഞ്ഞത്. നിങ്ങൾ ഫോർഗെറ്റ് എവരിതിങ് ആൻഡ് റൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എപ്പോഴും ചെയ്തുകൊണ്ട്. പേടിച്ചുകൊണ്ട് പിന്നിലേക്ക് ഓടുക എന്നുള്ളത്, ആ ഒരു സ്വഭാവം മാറ്റി എല്ലാത്തിനെയും നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. നല്ലൊരു മെന്റർഷിപ്പ് അപ്ലൈൻ ലീഡറുമായിട്ട് എന്ത് ചെയ്യുക, ഇരിക്കുക, സംസാരിക്കുക, നല്ലൊരു മെന്റർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഉത്സാഹിയായിരിക്കുക, എപ്പോഴും നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് വേണ്ടിയിട്ടുള്ള മാത്രം ഡിസ്കഷൻ നടക്കുക, ഇമ്പ്രൂവ്മെന്റ് വേണ്ടി മാത്രമുള്ള ഡിസ്കഷൻ നടത്തുക. ടീം മെമ്പേഴ്സിനെ തകർക്കുന്ന ലീഡേഴ്സ് ഉള്ള ഒരു കാലഘട്ടമാണ് എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലും. ഇവിടെയും അങ്ങനെ ഉണ്ടാവാം ചിലപ്പോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതാ ഒരാളാണോ ഒരു മെന്റർഷിപ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ ഗ്രേറ്റ് അപ്ലൈൻ ലീഡർ, അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേഷനിലേക്ക് പോകുക എന്നുള്ളതാണ്. എപ്പോഴും ഇമ്പ്രൂവ്മെന്റ് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. വാട്ട് ഈസ് യുവർ പർപ്പസ്? ഈ പ്രോഗ്രാം കഴിഞ്ഞ ഒരു 5 മിനിറ്റ് ഞാൻ എന്തിനത് ചെയ്യുന്നു എന്ന് എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതി വെക്കുക, ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ടീം ബിൽഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ 10 മണി മുതൽ 4 മണി വരെ പ്രൊഡക്റ്റ് പ്ലാന്, പ്രൊഫൈല്, 1-to-1 എങ്ങനെ കൊടുക്കാം, ഹോം മീറ്റിംഗ് എങ്ങനെ നടത്താം, അതേപോലെ തന്നെ ആളുകൾ എങ്ങനെ റിക്രൂട്ട് ചെയ്യാം, സെയിൽസ് ക്ലോസിംഗ് എങ്ങനെ ചെയ്യാം, ഒബ്ജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഒരു 1 ഡേ ട്രെയിനിങ് സെഷൻ ഉണ്ട്. കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി നടത്തുന്ന ഈ ഒരു സെഷനിലേക്ക് അറ്റ്ലീസ്റ്റ് 4-8 പേര്, ജീനിയസ് 4, വിന്നേഴ്സ് 4 ആൾക്കാരെ കൂട്ടി വന്നു കഴിഞ്ഞാൽ വലിയൊരു ടീമിനെ നിങ്ങൾക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും ഒരു കമാൻഡോ പോലെ ഇറങ്ങി പുറപ്പെടുന്ന കുറച്ച് ആളുകളെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഉത്സാഹിയായിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, എപ്പോഴും മനസ്സിൽ എന്ത് ചെയ്യുക, ഒരു അഫർമേഷൻ കൊടുക്കുക. ഐ അട്രാക്ട് അബണ്ടൻസ് ആൻഡ് പ്രോസ്പാരിറ്റി വിത്ത് ഈസ്. വളരെ ലളിതമായി, വളരെ ഈസിയായി ഞാൻ എന്റെ ലൈഫിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളെയും ഞാൻ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് 100% വിശ്വസിക്കുക. വിശ്വാസം മലയെ പോലും തകർക്കും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. എന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാകണം. ഞാൻ കോമൺ ആയിട്ട് കൊടുക്കുന്ന 2 അഫർമേഷൻ ഉണ്ട്. ഒന്ന്, ലൈഫ് ഈസ് ഈസി, ഐ ഹാവ് ദ അബണ്ടൻസ് ഇൻ മൈ ലൈഫ് എന്നുള്ള ഒരു അഫർമേഷൻ. 2, ഐ അട്രാക്ട് റൈറ്റ് പീപ്പിൾ, റൈറ്റ് റിസോഴ്സസ് ആൻഡ് റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ മൈ ലൈഫ് എന്നുള്ള ഒരു അഫർമേഷൻ. എനിക്ക് ഇഷ്ടപ്പെട്ട 2 അഫർമേഷൻ ആണ്. അഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കറക്റ്റ് ആയിട്ട് ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അഫർമേഷൻ കിട്ടും. അതിൽ ഏതെങ്കിലും 1-2 അഫർമേഷൻ എഴുതി വെക്കുക. എന്ത് ചെയ്യുക, മനു സാർ എപ്പോഴും നിങ്ങളോടൊക്കെ പറയുന്ന പോലെ ഐ ആം ദ ബെസ്റ്റ്, ഇന്നത്തെ ദിവസം എന്റേതാണ്, ദൈവം എന്നോട് കൂടെ ഉണ്ട്, എങ്ങനെയെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു അഫർമേഷൻ എടുത്തുകൊണ്ട് വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. വളരെ എന്താ പറയാ, നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനെ എങ്ങനെ നോക്കിക്കാണുന്നോ, ഞാൻ പറഞ്ഞത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്നോ എനിക്കറിയില്ല. പക്ഷെ ലോകത്ത് വിജയിച്ച ആളുകളൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വിജയിക്കാൻ വന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഈ ടോപ്പിക് ഇവിടെ ഇട്ടത്. എല്ലാവർക്കും വലിയ വിജയങ്ങൾ നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ഓൾ. താങ്ക് യു മിനിഷ് സർ. വളരെ വ്യക്തമായിട്ട് നമ്മള് എങ്ങനെ ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഈ ബയോട്ടോറിയം കമ്പനി ഏറ്റെടുത്തത് മുതൽ നമ്മൾ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് ഈ ഒരു സൂം പ്രോഗ്രാമില് എല്ലാ കാര്യങ്ങളും വിവിധ മേഖലകളിൽ വിജയം വരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് മിനി സാറ് ഇവിടെ സംസാരിച്ചു. മിനി സാർക്കൊരു ബിഗ് താങ്ക്സ്. ഈ ബയോട്ടോറിയം കമ്പനി ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻകം കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. കഴിഞ്ഞ ദിവസങ്ങളില് ബോംബെയില് നമ്മുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി നമ്മുടെ സാഗർ ജോസ് സാറ് കാണാൻ കമ്പനിയിൽ പോയപ്പോ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് വരുമാനത്തിന്റെ ഷോർട്ട് ഉണ്ട്, അതെനിക്ക് അറിയാം, നിങ്ങൾക്ക് കൂടുതൽ വരുമാനം തരുന്ന പുതിയൊരു ഇൻകം പ്ലാൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോ ഈ കമ്പനിയില് മറ്റെല്ലാ കമ്പനികളും 10 രൂപ വെച്ച് 1 PVക്ക് കൊടുക്കുമ്പോ
നമ്മുടെ കമ്പനി 40 രൂപയാണ് തരുന്നത്. സ്വന്തം പ്രൊഡക്റ്റ് ആയതുകൊണ്ട്, സ്വന്തം സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ആർക്കും ഒരു പൈസയും കൊടുക്കേണ്ട, അത് ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഏറ്റെടുത്ത കമ്പനി വളരെ വ്യക്തമായിട്ടും വളരെ കാലം മുന്നോട്ട് പോകുന്ന യൂണിക്കായ പ്രൊഡക്റ്റ് ഉള്ള ഒരു കമ്പനിയാണ്. ഇന്ന് ഈ ഒരു MC ഏറ്റെടുക്കേണ്ടത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പഴയങ്ങാട് സ്വദേശി ബാബുരാജ് സാറായിരുന്നു. ഞാൻ പകരക്കാരനായിട്ട് ഇതിൽ വന്നത്. ഇന്ന് ഈ ഒരു ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ മനോജ് സാറ് യാത്രയിലാണ്. അതുകൊണ്ട് തന്നെ അഭിലാഷ് സാർ ഈ ഒരു സെഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡർ അഭിലാഷ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാം. ഈ ഒരു ദിവസം ധന്യമാക്കി തീർത്ത പ്രിയപ്പെട്ട മിനീഷ് സാർ, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്ന വ്യക്തിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ചെയ്യരുത് എന്നെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഈ ഒരു മണിക്കൂർ സമയം കൊണ്ട്, ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരാത്തത്രം കാര്യം ഈ 1 മണിക്കൂർ സമയം എടുത്തുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇത് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അത്രയും ഒരു കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എനിവേ, ഒരുപാട് സന്തോഷം ഈ ഒരു ദിവസം കൂടുതൽ മനോഹരമാക്കിയതിന്. ബയോട്ടോറിയം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരം ട്രെയിനിങ്ങുകൾ നമുക്ക് പകർന്നു തരുന്ന ഊർജം ചെറുതല്ല. ഇന്ന് ബയോട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ കേരളത്തിൽ 10 മാസം കൊണ്ട് 1 കോടി രൂപ വരുമാനം മേടിച്ച നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറ്, അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ 50,000 രൂപ ഒരു കട്ട് ഓഫിൽ എന്നുള്ള വരുമാനം മേടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ നമ്മൾ ഗ്രൂപ്പിൽ കണ്ടിട്ടുള്ളതാണ്. ആ വരുമാനം മേടിച്ചുകൊണ്ട് അത് നമ്മളെ തെളിയിച്ച് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പൊ ഏതൊരു സാധാരണക്കാർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ കമ്പനി തന്നിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും പ്രൂവ് ചെയ്ത് കാണിച്ച നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ നിരവധി വ്യക്തികൾ ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ഒരുപാട് വ്യക്തികൾ ആ ഒരു അച്ചീവ്മെന്റുകളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അതിനെല്ലാം നമ്മുടെ ഇത്തരം പ്രോഗ്രാമുകൾ നിരന്തരം നമ്മളെപ്പോഴും ആവശ്യപ്പെടുന്നതാണ്. ഈ സൂം പ്രോഗ്രാമിലേക്ക് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം നമ്മുടെ ലീഡേഴ്സ് മുഴുവൻ ആളുകളും ഏറ്റെടുക്കണമെന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളുടെ പാർട്ടിസിപ്പേഷൻ, ഒരു 10 പേര് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നിന്നും അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നും 2 ടീമിൽ നിന്നായിട്ട് മിനിമം ഒരു 20 വ്യക്തികളെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നമ്മളെന്ന് പറയുന്ന വ്യക്തി ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ആ 50,000 രൂപ എന്നുള്ള വരുമാനം ഒരു കട്ട് ഓഫിൽ മേടിക്കാൻ കഴിയാവുന്ന നിലയിലേക്കുള്ള ഒരു സീലിംഗ് അച്ചീവർ ആയിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോ ഇന്ന് ഈ ഒരു സമയം വരെ ഈ ഒരു സൂമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നീട്ടുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട പവിത്രൻ സാറ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ടുള്ള അതാണെങ്കിൽ പോലും കൃത്യമായ സമയത്ത് ആ ഇടപെട്ടുകൊണ്ട്, അപ്പോ ഇതാണ് നമ്മൾ ക്ഷമിക്കണം, ഓരോ വ്യക്തികളും മാതൃകയാക്കേണ്ടത്. ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം അതാത് സമയങ്ങളിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകൾക്കാണ് വിജയിക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രിയപ്പെട്ട പവിത്രൻ സാർ വളരെ ഭംഗിയായി തന്നെ ഇന്നത്തെ ഈ ഒരു MC കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിനോടുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട മിനീഷ് സാറിനോടുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പകർന്നു തന്ന ഊർജം നമുക്ക് ഇന്ന് ഫീൽഡിൽ നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ട്, ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ട്, സെയിലെടുത്തുകൊണ്ട്, വരുമാനം മേടിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാം അതിന്റെ പിതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ.